ഞാൻ പറയാം രാജ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. അപ്പോഴും നമ്മൾ വിജയത്തിലേക്കാണ് പോകുന്നത്. എങ്ങോട്ട് എപ്പോ ഒരു മിനിറ്റിൽ എന്ത് വിഷയം കുറെ നാളേക്ക് എന്ത് സംഭവം എന്നെ വഴിതെറ്റിച്ചു സിനിമയില്. ഇതല്ല ജീവിതത്തിൽ. ആ അഗ്ലിനെസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മുഖങ്ങളുണ്ട്. ഞാൻ വിട്ടു. ഇന്റർവ്യൂസ് എത്രയധികം കൊടുക്കുന്നത് സബ്ജക്ട് മൊത്തം വായിക്കാറില്ല. നമ്മള് പരമാവധി ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാറില്ല. ഉടൽ ചെയ്യുമ്പോഴും ഞാൻ ഇതുപോലെ സംശയം ചോദിച്ചിട്ടില്ല ഒരുപാട്. എനിക്ക് തുറക്കിയാ പറഞ്ഞത് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നു. എന്നാ മുത്തച്ഛൻ നേരത്തെ കൊല്ലേനെ. ഇനിയെങ്കിലും നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ. 3 പേർക്കും സ്വാഗതം. താങ്ക് യു. അയ്യർ ഇൻ അറേബ്യ. ആരിൽ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എവിടെ പുതിയ ഡ്രസ് ഇട്ട് വന്നത്. പുതിയ ഡ്രസ് ഇട്ടാ വന്നാണോ? എല്ലാവരും പുതിയ ഡ്രസ്സാ. പഴയ ഡ്രസ്സാ. പഴയ ഡ്രസ്സാ. 2-3 ഇന്റർവ്യൂ കഴിഞ്ഞു. കുറെ കൊല്ലായി. അങ്ങനെ തന്നെയാണ്. അപ്പൊ ദുർഗയിൽ നിന്ന് തുടങ്ങാം. എന്തായാലും ദുർഗ, ഒരു നല്ലൊരു സിനിമയുടെ ഭാഗം വീണ്ടും ആവുന്നു അല്ലേ? നിങ്ങളുണ്ട് രണ്ടാമത്തെ സിനിമയാണ് എനിക്ക് ഉടല് കഴിഞ്ഞതിന് ശേഷമുള്ള. അതാണല്ലോ നമ്മളൊരു ശ്രദ്ധ ആകർഷിച്ച സിനിമ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചത്? അതെ, നിങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു. അല്ല, 4 സിനിമ. ഷൈനുമായിട്ട് രണ്ടാമത്തെ സിനിമ. അപ്പം 4ഉം 2ഉം 6 സിനിമ. ഷൈൻ്റെ 100ാമത്തെ സിനിമ കഴിഞ്ഞിട്ട്. ധ്യാൻ്റെ എത്രാമത്തെ? എന്റെ എനിക്ക് എണ്ണം ഞാൻ സത്യമായിട്ട് നോക്കിയിട്ടില്ല. അറിയില്ല, അറിയില്ല. എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. ദുർഗയുടെ എത്രാമത്തെ സിനിമ? എനിക്കറിയില്ല. 100 കഴിഞ്ഞിട്ട്. 100 എണ്ണിയോ? എണ്ണിയല്ലേ? ഷൈൻ എണ്ണി. പക്ഷെ 100 കഴിഞ്ഞിട്ട് പിന്നെ സിനിമകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കമൽ സാറിന്റെ 48ാമത്തെ സിനിമ. കമൽ സാറിന്റെ 48ാമത്തെ സിനിമയാണ് വിവേകാനന്ദൻ. വൈറലാണ്. അവിടെയാണ് ഇവിടെ 100ലേക്ക് പോയത്. നമ്മൾക്ക് ഒരു ഡയറക്ടേഴ്സിന് അങ്ങനെയല്ലോ, ഒരു കൊല്ലത്തിൽ മേറി വന്ന് എത്ര പടം ചെയ്യാൻ പറ്റും? 3 പടം. അതെ അതെ. പക്ഷെ അജി സാറൊക്കെ ഒരു വർഷം അതിൽ കൂടുതൽ പടം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടാവും ആ സമയത്ത്. പക്ഷെ ഇപ്പൊ ഒരു സമയം ഒരു പടമല്ലേ, ഒരു വർഷം ഒരു പടമല്ലേ മാക്സിമം. അത് തന്നെ തീർന്നെങ്കിൽ പാടാണ്. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. ഈ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ദുബായിലാണ് ഷൂട്ട്. എന്താണ് ഈ സബ്ജക്റ്റിലേക്ക് അത്രമായി ദുർഗയെ ആകർഷിച്ചത്? ഇതിന്റെ ഹ്യൂമർ തന്നെയാണ്. ഹ്യൂമർ ആദ്യമേ കിട്ടിയിരുന്നു. അതായത് നിഷാദിക്ക വന്ന കഥ പറയുന്ന സമയത്ത് ഞാൻ വേറെ ഒരു പ്രോഗ്രാമിന്റെ ഇടയിലായിരുന്നു കഥ കേൾക്കുന്നതൊക്കെ. അപ്പം ആ സമയത്ത് പറയുമ്പോഴും ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ടായിരുന്നു കഥകൾ. പിന്നെ ആള് ഒരു ആക്ടറും കൂടി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ പുള്ളി പെർഫോം ചെയ്തിട്ട് കൂടെ എനിക്ക് പുള്ളിയുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കഥ പറയുമ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് തന്നെ ഞാൻ ഒത്തിരി എന്താ പറയുക എൻജോയ് ചെയ്തിരുന്നു. ഞാൻ ചിരിച്ചിട്ടുണ്ടായിരുന്നു പല പോർഷൻസും കേട്ടിട്ട്. പിന്നെ ഞാൻ ഇതുവരെ ഒരു ഹ്യൂമർ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്തുള്ള ആർട്ടിസ്റ്റുകൾ അത്രയും സീനിയറായിട്ട് ഇപ്പോൾ ഹ്യൂമറിൻ്റെ ഒക്കെ കിങ് എന്ന് പറയാം. മുകേഷ് ചേട്ടൻ, ഉർവശി ചേച്ചി, ധ്യാൻ ചേട്ടനും ഷൈൻ ചേട്ടൻ. അപ്പം അതൊക്കെ എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഹ്യൂമർ ചെയ്ത് നോക്കണം എന്നുള്ള എനിക്ക് എല്ലാ ഭാഗങ്ങളും ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ എല്ലാം ശ്രമിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. ധ്യാനിൽ നിന്നും ഈ സിനിമയ്ക്കൊപ്പം ഉൾക്കൊണ്ട ഒരു പാഠം എന്തായിരിക്കും? ഈ സിനിമയ്ക്കൊപ്പം ധ്യാനിൽ നിന്നും ഈ സിനിമയ്ക്കൊപ്പം ഉൾക്കൊണ്ട ഒരു പാഠം നമുക്ക് ഓർത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. അത് അതിന് പേര് ഉൾക്കൊള്ളലാണ്. ഉൾക്കൊണ്ട് നമ്മൾ ഇരിക്കുകയാണ് ഈ ലൊക്കേഷനിൽ ഉൾക്കൊണ്ട്. ഞങ്ങൾ ഇതിനു മുന്നേ കുറെ ഉൾക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് ഇതിൽ നിന്നായിട്ട് പ്രത്യേകിച്ച് ഉൾക്കൊള്ളേണ്ടി വന്നിട്ടില്ല. എങ്കിലും മുന്നേ ഇതായിട്ടുണ്ട് അല്ലേ? അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നുമില്ല. ഇല്ല. എനിക്ക് ഈ സിനിമയുടെ കഥ നിഷാദിനേക്കാളും വളരെ ഭംഗിയായി ഈ ഫ്ലൈറ്റ് യാത്ര കിട്ടും. ഞാൻ പല സിനിമകളും ചെയ്ത് അതിനിടയിലാണ് ഇത് വരുന്നത്. അപ്പം നിഷാദ് എന്നോട് ഇതിൻ്റെ ഒരു ലൈൻ പറഞ്ഞു, കഥ പറഞ്ഞു. എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സിനിമയുടെ കഥ പറഞ്ഞാണ് ദുർഗയാണ്. ഞാനാണ് ഉൾക്കൊണ്ടത്.
ഈ സിനിമ ഇൻഫാക്ട് അങ്ങനെയാണ് ഉൾക്കൊണ്ടത്. എന്റെ ക്യാരക്ടർ എന്താണെന്നും എനിക്ക് കൃത്യമായി ദുർഗയാണ്. ദുർഗയാണ് എനിക്ക് പറഞ്ഞു തന്നത്. ബിക്കോസ് ദുർഗക്ക് കൃത്യമായിട്ട് ഇതിന്റെ സിനിമയുടെ ഫുൾ പരിപാടി അറിയാവുന്ന ഒരാള് ദുർഗയായിരുന്നു. ദുർഗയായിരുന്നു. ദുർഗയുടെ അടുത്താണ് ചോദിക്കുക ചോദിക്കുക കാര്യമായിട്ട് അല്ലേ, സത്യമല്ലേ? അല്ല ധ്യാൻ ചേട്ടൻ ഞാൻ ചോദിച്ചോ? ഞാനത് ഓവർ ഹെയറും ചെയ്യാറുണ്ട്. ഇപ്പോഴല്ല, അത് ഉടലിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അല്ല നമ്മളെ ഫ്ലൈറ്റ് യാത്രക്കിടയിൽ ദുബായ് യാത്രക്കിടയിൽ ഈ ഷൂട്ടിന് അത് ഏത് എയർലൈൻസ് ആയിരുന്നു? എമിറേറ്റ്സ് ആയിരുന്നു. അല്ലല്ല നമ്മളേതിലാണ്? എയർ അറേബ്യയിലാണ്. ഓക്കെ. പടം പോലെ തന്നെ അറേബ്യ തന്നെയായിരുന്നു, ആ ഫ്ലൈറ്റ് തന്നെയായിരുന്നു. ഷാനിനോട് ഞാൻ പറയാൻ എന്റെ പൊന്നു ഷാനോട് നിൽക്കുക, ഞാൻ കാര്യങ്ങൾ പറഞ്ഞില്ലേ. ഷാനോ ഒരു ഷൈനിന്റെ ഒരു പ്രത്യേകത, പല പ്രത്യേകത ഉള്ള ഒരു മനുഷ്യനാണ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രത്യേകത എന്താണ്? പ്രത്യേകിച്ചൊന്നും ഇഷ്ടമല്ല. അങ്ങനെയല്ല, ഷൈൻചേട്ടൻ ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. സെറ്റിലാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ ഇന്റർവ്യൂവിൽ ഇരിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യിപ്പിക്കുക. എനിക്ക് ആ ഒരു കാര്യം ഭയങ്കര ഇഷ്ടം. പിന്നെ അതല്ലാതെ എനിക്ക് പേഴ്സണലി ഇപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ പൊതുവെ ഇപ്പം നമ്മൾ ദുബായിലാണെങ്കിലും ഞാൻ ഷോർട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എവിടെയെങ്കിലും എന്റെ കാര്യങ്ങളായിട്ടിരിക്കും. പൊതുവെ ടെന്റിലോ വണ്ടിയിലോ ചൂടായിരുന്നു, അപ്പൊ ഒന്നെങ്കിൽ ടെന്റിലിരിക്കും അല്ലെങ്കിൽ വണ്ടിക്കകത്തിരിക്കും. പിന്നെ നമുക്ക് എവിടെയാണോ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ മാറി ഇരിക്കും. ഞാനങ്ങനെ ഇപ്പൊ ഉടലിന്റെ സെറ്റിലാണെങ്കിലും ഞാൻ അങ്ങനെ ആയിരുന്നു. ഷൂട്ടിംഗ് സമയത്ത് വർക്കിന്റെ ഇടയിൽ ഞാൻ അങ്ങനെ ഒരു എൻജോയ്മെന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സൗഹൃദം പുതുക്കാൻ അങ്ങനെയൊന്നും പോവാറില്ല. ഞാൻ മാറിയിരിക്കും. അപ്പൊ എനിക്ക് അങ്ങനെ ഇപ്പം ഈ പറയുന്ന പോലെ ഭയങ്കര ഒരു കൂട്ടുകെട്ടുകൾ കാര്യങ്ങളൊന്നും എനിക്ക് സിനിമയിൽക്കകത്ത് കുറവാണ്, വളരെ കുറവാണ്. ഇപ്പോഴും ഇപ്പോഴും അതെ. എനിക്ക് പടങ്ങൾ കുറയുന്നുണ്ടോ? പടങ്ങൾ കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പടങ്ങൾ ചെയ്യുന്നുണ്ട്. വർഷത്തില് 1-2 സിനിമ ചെയ്യുന്നുണ്ട്. അത്തരം ഒരു കൂട്ടുകെട്ടുകൾ ഇല്ലെങ്കിൽ സിനിമ കുറയുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? കൂട്ടുകെട്ടുകൾ എന്ന് വെച്ചാൽ എനിക്ക് സൗഹൃദങ്ങളില്ല എന്നേ ഉള്ളൂ. അതായത് എനിക്ക് എന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് കൊളീഗ്സ് ഉണ്ട്. ഞാൻ അവരായിട്ടൊക്കെ സംസാരിക്കും, കാണുമ്പോൾ മീറ്റും ഹായ് ബൈ. ഇവരാരും ഭയങ്കര ജാടായിട്ട് നിൽക്കുന്നതല്ല, എല്ലാവരുമായിട്ടും ഭയങ്കരമായിട്ട് ഇപ്പൊ കാണുന്ന സമയത്ത് വളരെ മര്യാദയോടും സംസാരിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു സൗഹൃദം ആരുമായിട്ടും ഇല്ല. അപ്പം എനിക്ക് ഷൈൻ ചേട്ടൻ എന്നൊന്നും പേഴ്സണലി അറിയില്ല, പക്ഷെ ആളുടെ ഒരു പ്രസൻസ് നമ്മളെ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഷൈൻ ചേട്ടൻ ആ ഒരു ക്വാളിറ്റി എനിക്ക് ഇഷ്ടം. ആ ക്വാളിറ്റി ഇഷ്ടമാണ്. മോശമായ ക്വാളിറ്റി ഉള്ള എന്താണ്? ധ്യാനം. നമ്മുടെ ക്വാളിറ്റി എന്താണെന്ന് പറയുന്നത് അതാണോ ഈ ഇന്റർവ്യൂടെ? ഞാൻ പറയട്ടെ, ഞാൻ ആരാ ഇവരെ ജഡ്ജ് ചെയ്യാൻ? ഞാൻ ആരുമല്ലോ. ഷൈനെ ജഡ്ജ് ചെയ്തോ? അത് മോശം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്? എനിക്കൊരിക്കലും പറയാൻ പറ്റൂല. എനിക്ക് ഇവരാരും പേഴ്സണലി ഭയങ്കര ഇതൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള പരിചയം മാത്രമേ ഇവരെല്ലാവരുമായിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ ഇതുവരെ സംസാരിക്കില്ല. രണ്ടുപേരുടെ ഇന്റർവ്യൂസ് കാണാറില്ലേ? പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടുപേരുടെ ഇടയിൽ ഇരിക്കുമ്പോ പേടിയാണ്. ഇന്റർവ്യൂസ് കാണാറില്ലേ? സത്യം പറഞ്ഞാൽ ഞങ്ങളെക്കാളും പേടിക്കേണ്ടത് നീ ഇദ്ദേഹത്തെയാണ്. നീ പേടിക്കേണ്ടത് അതും പേടിയാ. ഇദ്ദേഹമാണ് കേരളത്തില് ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസിൽ ഏറ്റവും കൂടുതൽ പ്രഷർ കണ്ടിരിക്കുന്ന 2 വ്യക്തികളാണ് ഇരിക്കുന്നത്. താങ്കളെ കാണാത്ത ആരുമില്ല സാർ. അല്ല, പ്രഷർക്ക് ഇഷ്ടപ്പെടുന്ന ഏത് രീതിക്കാണ് ഇന്റർവ്യൂ ചെയ്തിട്ട് നമുക്ക് കിട്ടാവുന്ന കണ്ടന്റുകൾ തരുന്ന വ്യക്തികളാണ് ഇവർ. അത് നമ്മളൊക്കെ നല്ല രീതിക്ക് ഉൾക്കൊണ്ട് ചെയ്യുന്നതാണ്. ആളുകൾ വരുന്നത് എന്ത് പറയുന്നു എന്ന് നമ്മൾ നോക്കുന്നില്ല. ഇവർ രണ്ടുപേരുടെ ഇന്റർവ്യൂസ് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്ത് പ്രഷർ കാണുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഗ്യാങ്ങിലാണ് ദുർഗ ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ ദുർഗയിൽ നിന്നും കുറെ സംഭവങ്ങൾ മാത്രമാണ് അതിന് ഭാഗ്യമായിട്ട് രണ്ടുപേരുടെ ഇടയിൽ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ അതെ, ഞാനത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കണ്ടൻസ് തരുന്ന 2 ആൾക്കാരുണ്ടാകുമ്പോൾ എന്റെ അടുത്തുനിന്ന് ഇവർ രണ്ടുപേരും സൈലന്റ് ആണ്. എനിക്ക് ഇങ്ങനെയല്ല ഇവരെ കാണുന്നത്. ഞാൻ ഞങ്ങള് തുള്ളിച്ചാടാം കസേരയില്. എന്താണ് ഷൈൻ ഇത്ര സൈലന്റ് എന്ന്? അല്ല, സൈലൻസ് ഉണ്ടാണെങ്കിലുള്ള ശബ്ദം അല്ലെങ്കിൽ സ്ഫോടനമൊക്കെ അറിയുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ സൈലൻസിലായിരിക്കണം ഇരിക്കേണ്ടത്. എന്നിട്ട് ശബ്ദമുഖരിതമായിരിക്കുന്ന ഒരു ആംബിയൻസിലാണല്ലോ സൈലൻസ് വർക്കാവുള്ളൂ. അതുപോലെ സൈലൻസിലുള്ള ശബ്ദവും വർക്കാവുള്ളൂ. എന്നോട് തിരിച്ചു ചോദിക്കല്ലോ വർക്കായെന്ന് ചോദിക്കില്ല. ഞാൻ ചിലപ്പോ പെട്ടെന്ന് നല്ല വർക്കായെന്ന് എന്നോട് ചോദിക്കും. എനിക്കത് കിട്ടി. കിട്ടിയില്ലേ? ഉറപ്പായിട്ടും കിട്ടും. ഈ പറഞ്ഞതുപോലെ ഷൈനെ, ഈ സിനിമയ്ക്ക് നമ്മൾ കുറെ കാത്തിരുന്നിട്ട് വരുന്ന സിനിമയാണ്. 2 സിനിമകൾ അടുപ്പിച്ചിറങ്ങാൻ പോകുന്നു. ഷൈൻ്റെ 2 സിനിമകൾ അടുപ്പിച്ചിറങ്ങും. ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് ആണെങ്കിൽ വലിയ രീതിക്കായിരുന്നു ട്രിവാൻഡ്രത്ത്. ഇതിൻ്റെ ലോഞ്ചിങ് തന്നെ ക്രൗൺ പ്ലാസിൽ വലിയ രീതിക്കാണ് നടത്തിയത് അല്ലേ? നല്ലൊരു പ്രൊഡ്യൂസർ,
അത് നമ്മൾ എടുത്തണം. മെനിഷാനോടൊപ്പം കൈകോർത്ത നല്ലൊരു പ്രൊഡ്യൂസർ. അതുകൊണ്ടാണ് അത്രയും വലിപ്പത്തിൽ നമുക്ക് സിനിമകൾ ഉണ്ടാകുന്നത്. ധ്യാനിൻ്റെ കൂടെയാണ് ഈ സിനിമ അഭിനയിക്കുന്നത്. ദുർഗയാണ് നായിക. ആ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി തന്നെ ഷൈൻ വരുന്നത്. ഷൈൻ അതിൽ ഒതുക്കി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ധ്യാനാണ് കൂടുതൽ സീൻ, ഷൈനാണ് കൂടുതൽ സീൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ ഈ സിനിമയിൽ വരും? സത്യമായതിൽ ഞങ്ങൾ രണ്ടുപേരുമില്ല കൂടുതൽ സീൻ. ഇതിൽ ഞങ്ങൾ രണ്ടുപേരല്ല ഈ സിനിമ ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ട ആൾക്കാർ. മുകേഷ് ഏട്ടനും ഉർവശി ചേച്ചിയുടെ സിനിമയാണ് അയ്യർ എന്ന് പറയുന്നത്. ബാക്കി പുള്ളിക്കാരൻ അയ്യർ എന്ന് പറയുന്നത് മുകേഷ് ഏട്ടൻ്റെ ക്യാരക്ടറാണ്. അയ്യറുടെ മകനാണ് പുള്ളി. അപ്പോൾ എന്തായാലും അയ്യറുടെ വേഷം എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ അച്ഛനായിട്ട് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഉർവശിയുടെ ക്യാരക്ടർ ഞാൻ ചെയ്തത് ശരിയാവില്ല. പിന്നെയുള്ളത് അയ്യറുടെ കാമുകയായിട്ട് റോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ അയ്യറുടെ റോള് ഓരോ പടത്തിലും ഓരോരുത്തർക്കും ഉള്ള റോളുകൾ കറക്റ്റായിട്ടുണ്ട്. ആ റോളുകൾ കറക്റ്റായിട്ട് ഓരോരുത്തർക്ക് കിട്ടുമ്പോഴാണ് ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു നടൻ ഉണ്ടാവുന്നത്. അല്ലാതെ കൂടുതലും നേരം വരുന്നത് കൊണ്ടും അല്ലെങ്കിൽ ആ ക്യാരക്ടർ നമുക്ക് ചേരാത്തൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും നമുക്ക് ആക്ടറിനും ഉപകാരമില്ല, സിനിമയ്ക്കും ഉപകാരമില്ല. അപ്പോൾ ഇതിൽ ഫ്രെഡി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അത് പുള്ളി ഒരു ദുബായിൽ അത്യാവശ്യത്തിന് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഡെസേർട്ട് ഡ്രൈവറാണ് ഇദ്ദേഹം. ഫ്രണ്ട്സുകളെ ദുബായിലേക്ക് വിളിക്കുകയും ദുബായിയുടെ എല്ലാ വഴികളിലൂടെ നടത്തുകയും വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം ഒരുപാട് കൂടുതലിൽ നിന്ന് വഴിതെറ്റിയവരാണല്ലോ ഞാൻ. എന്നെ വഴിതെറ്റിച്ചു ഒരുപാട് സിനിമയല്ല ജീവിതത്തിൽ. പെട്ടെന്ന് പഴയ ഒരുമിച്ച് നടക്കുന്ന കാര്യങ്ങൾ ഓർത്താം. ജഗണ തിരുമന്റെ നമ്മള് കണ്ടിട്ടില്ലല്ലോ മുന്നേ. ഞങ്ങൾ ഓൾറെഡി വഴിതെറ്റി വന്ന ആളുകളായ കാരണം അങ്ങോട്ടും ഇങ്ങോട്ട് വഴിതെറ്റിക്കേണ്ട വന്നിട്ടില്ല. അല്ല, നിങ്ങൾ രണ്ടുപേരും വരുവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ സിനിമയ്ക്ക് വലിയൊരു മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടും ഒന്നിക്കുന്നു എന്നുള്ള മാർക്കറ്റിംഗ്, അത് പ്രേക്ഷകരുടെ മനസ്സിൽ ശരിക്കും ഒരു സ്ഥാനം ഉൾക്കൊണ്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ രണ്ടും ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു പ്രത്യേകതയും ഈ സിനിമയ്ക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. പക്ഷെ ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ സിനിമയല്ല എന്നുള്ളതാണ്. ക്യാരക്ടർ ഉണ്ടല്ലോ, അതെ അതെ, അതിലൊരു പ്രത്യേകത ഉണ്ടാവില്ലേ? പക്ഷേ ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ സ്ക്രീൻ ടൈം ഉള്ളത് കമ്പാരിറ്റീവ്ലി, കാരണം ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന മുകേഷ് ഏട്ടൻ, അവരുടെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിലൊക്കെ മുകേഷ് ചേച്ചി മുകേഷ് ഏട്ടൻ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തതും മുകേഷ് ഏട്ടൻ്റെ ഉർവശി ചേച്ചിയുടെയും സീക്വൻസുകളും അവരുടെ ഹ്യൂമറുകളും, അല്ലെങ്കിൽ അവർക്കിടയിലുള്ള കുറേ രസകരമായിട്ടുള്ള പഴയ വിൻറ്റേജ് മുകേഷ് ഏട്ടൻ കുറേ പരിപാടികളുണ്ട് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മുകേഷ് ഏട്ടനുണ്ട്. എനിക്ക് കേട്ടപ്പോഴും നിഷാദ് കഥ പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ ദുർഗ ഇതിനെപ്പറ്റി ഒരു ലൈൻ പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടം തോന്നിയത് എൻ്റെ ക്യാരക്ടറിനോടോ അല്ലെങ്കിൽ ഞങ്ങളുടെ 3 പേരുടെ ക്യാരക്ടേഴ്സിനോടോ ഇവരുടെ ഒരു പരിപാടിയുണ്ട്. അത് ഭയങ്കര രസകരമായിട്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു എന്താ പറയണ്ടേ, അതിനൊരു ഭംഗി ഉണ്ടാവും, അതിനൊരു രസം ഉണ്ടാവും. ഞാൻ തിയേറ്ററിലൊരു രസം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാവുന്നുള്ളവർ ഈ പറഞ്ഞ അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ അച്ഛൻ ഏറ്റവും അഭിനയത്തിന് ഏറ്റവും കഴിവുള്ള, അച്ഛന് ഒത്തിരി നായികമാരുണ്ടെങ്കിലും ഉർവശിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അച്ഛന് ഒരു സിനിമ 1-2 സിനിമകളിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടി ഉർവശിയാണെന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. അതിന് ഒരു മാറ്റവുമില്ലാന്ന് ഈ സിനിമ കാണുമ്പോൾ വീണ്ടും തെളിയിക്കപ്പെടുന്നു അല്ലേ? പിന്നെ നമ്മൾ മാർക്ക് കൊടുക്കേണ്ട ഒരു അതിൻ്റെയൊക്കെ വേ ഹെഡ് അവരൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതിനപ്പുറം ഒന്നും അവർ ചെയ്യാനൊന്നും ബാക്കിയില്ല. അപ്പം അത് എനിക്കൊന്നും എല്ലാ ഭാഷകളിലും അല്ലേ, തമിഴിലും തെലുങ്കിലും ഇതിലൊക്കെ. അപ്പോൾ അവരുടെ കൂടെയൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ചെങ്കിലും അവരുടെ മകനായിട്ട് അഭിനയിക്കുക, എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഇതിലെ സിനിമയുടെ കഥയോടൊപ്പം തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഉർവശി ചേച്ചിയുടെ മകനായിട്ട് അല്ലെങ്കിൽ മുകേഷ് ഏട്ടൻ്റെ മകനായിട്ട് ഒരു സിനിമ അത് നമ്മുടെ ഫിൽമോഗ്രാഫിയിൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു, അത് നമ്മളൊരു ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ? ഉറപ്പാണ്. നിങ്ങൾ തമ്മിലുള്ള ഇൻ്റർവ്യൂസ് നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കാറുണ്ടോ? ഷൈൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഷൈനെ നിങ്ങൾ കാണുമ്പോൾ ഇല്ല, നമ്മളെ ഈ ഷൂട്ടിനിടയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അല്ല, അതിനുശേഷം ഇപ്പം ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഇന്റർവ്യൂ കണ്ടിട്ട് നന്നായിട്ട് ഇൻ്റർവ്യൂ കണ്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷൈൻ. അങ്ങനെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് നമ്മൾ നന്നായി ചെയ്തു ഒരു വർക്ക് ആവുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല, നമ്മൾ അങ്ങനെ ഇന്റർവ്യൂ ഒരിക്കൽ എന്റെ ബാസിയുടെ ഒരു പരിപാടി ഉണ്ട്, തെരിമേരി എന്നുള്ള പരിപാടി. അതിൽ നിങ്ങളോട് വളരെ മോശമായിട്ട് ഞാനും ബാസിയും പെരുമാറിയത് ഞാൻ പറഞ്ഞതല്ലേ കൂടിയിരുന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറയാ, ഇത്രയും മോശമായിട്ട് ഞങ്ങൾ എന്താണ് ഞങ്ങൾ പെരുമാറിയ? ഞാൻ പെരുമാറിയിരുന്നു ശരിക്കും നിങ്ങളോട് അങ്ങനെ മോശമായിട്ട്? അല്ലല്ല, എനിക്ക്
കൂടുതലായിട്ടും മോശമായിട്ട് പെരുമാറിയ ബാസിയായിരിക്കും അല്ലേ? അതെ അതെ ആ അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ചെയ്തു. അവിടെ ഒന്നുമല്ലാതെ നിൽക്കേണ്ടതായി വന്നു. അതിൽ അവിടെ ഒന്നും പറയാൻ പറ്റാതെ ഏത് സുഹൃത്തിന്റെ കൂടെ നിൽക്കുന്നുള്ള ചെറുതായി പോയി. പക്ഷെ നൈസായിട്ട് ബാസിയുടെ കൂടെ നിൽക്കുകയും ചെയ്തു. പക്ഷെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇടക്ക് ഉള്ളിൽ അല്ലേ? ഞാൻ പുള്ളിനേക്കാൾ മുന്നേ കാണാൻ തുടങ്ങിയതാണ് ബാസിനെ. ശരിയാ. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയം മുതൽ പിന്നെ ഞാനും ബാസിയും ഓൾറെഡി സ്റ്റേജിലുമായിരുന്നു. ഞങ്ങൾ അതിലെ നടന്മാരുമാണ്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി സ്റ്റേജിലായിരുന്നു. നിങ്ങൾ അതിനുശേഷമാണ് സ്റ്റേജിലേക്ക് കയറി വന്നത്. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ എനിക്ക് അതേപോലെ തന്നെ എനിക്കും ഭയങ്കര സൗഹൃദമുള്ള ഒരു സുഹൃത്താണ്. എന്നിട്ട് ഞാൻ കൃത്യമായി വന്ന് പറഞ്ഞു അവൻ ചെയ്ത മോശമാണ് അല്ലേ? ഒരു സുഹൃത്ത് മോശം ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ വേറൊരു കൂട്ടുകാരന്റെ കടമ അല്ലേ? ചോദ്യമാണ്. രണ്ടു കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു കൂട്ടുകാരന്റെ കടമ. ഞാൻ നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞല്ലോ, അവനെ പറ്റി മോശമായിട്ട് പറഞ്ഞില്ല. പക്ഷെ കൂടുതൽ നേരം നിന്നത് ആ സൈഡിൽ വലിയൊരു സൈഡ് വലിയ അങ്ങോട്ട് പോയി. അത് പിന്നെ ഒരേ പ്രായക്കാരാകുമ്പോഴുണ്ടാവുന്ന ഇവിടെ ഒരു പ്രായം ഒരു മാനദണ്ഡമാണെന്ന് എനിക്ക് പ്രായം ഒരു മാനദണ്ഡം ഇപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾക്ക് എതിരെ ഞാൻ അവിടെ ഒന്നും സംസാരിക്കുകയും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഇതൊക്കെ വീട് ഇങ്ങോട്ട് വാങ്ങാനല്ലേ പറഞ്ഞേ. ചില സമയത്ത് സൈലൻസ് ആണ് ഏറ്റവും വലിയൊരു ഇതാണ് മാറുന്നത്. ഇത്തരം ഘട്ടങ്ങളെല്ലാം എല്ലാ കാര്യത്തിനും അഭിപ്രായമുള്ള ഒരാൾ എന്തുകൊണ്ട് സംസാരിച്ചില്ല? കാരണം കൂട്ടുകാരെ തമ്മിൽ അടുപ്പിക്കുക, കൂട്ടുകാരെ തമ്മിൽ തെറ്റിക്കുന്ന പരിപാടി എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം. ഞാൻ മാക്സിമം അവരോട് പറയും വഴക്കും വെക്കാണോ ഇല്ലാതെ പോവാന്നുള്ളതാണ്. അത് ഇങ്ങനത്തെ ഒരു പ്രധാന ചടങ്ങൊക്കെ ആയിട്ട് കയറി വരുന്ന സമയത്ത് അങ്ങോട്ട് പക്ഷെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ. കണ്ടിട്ടില്ല വിഷയമില്ലല്ലേ? വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അല്ല ഇത് പറഞ്ഞു വന്നപ്പോ ഇവരിപ്പോ ഇത്ര വലിയ വല്യച്ചന്മാരെ സംസാരിക്കുക. ചെയ്ത് മോശമായി പോയി, ചെയ്ത് മോശം. കാരണം ഞങ്ങൾ സിനിമ ചെയ്ത് മോശമല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരു മോശം കണ്ടുപിടിക്കും. അത് ശരിയാ. അതൊരു വലിയ ഇപ്പൊ ഇത്ര നല്ല കാര്യങ്ങളാണ് ചെയ്തോണ്ടിരിക്കുന്നത്. എല്ലാം മോശപ്പെട്ടതും ഭയങ്കര അഗ്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ആക്ച്വലി ഞങ്ങള്. ആ അഗ്ലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്യന്റെ ഒരുപാട് മുഖങ്ങളുണ്ട്. ഞാൻ വിട്ടു ആ ചോദ്യം പിൻവലിച്ചിരിക്കുന്നു. ഇതൊരു സുഹൃത്തുക്കൾക്കിടയിൽ നടന്നൊരു സംഭവമായി കണക്കാക്കി കൂടെ എന്നുള്ള രീതിയിലാണ് കണക്കാക്കി. ഞാനൊരു സുഹൃത്തുക്കളുടെ ഇതിൽ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എന്റെ സുഹൃത്താണല്ലോ അവൻ. അതെ അതെ, നിങ്ങളെന്റെ സുഹൃത്താണ്, അദ്ദേഹം എന്റെ സുഹൃത്താണ്. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. അത്രേ ഉള്ളൂ. സത്യസന്ധമായ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. ആ അഭിപ്രായം ദുർഗയ്ക്ക് ഒന്നും അറിയാൻ ദുർഗ ഭയങ്കര ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? അല്ല, ഈ ദുർഗ പറഞ്ഞു വെച്ച വേറൊരു പോയിന്റിലേക്കാണ്. ദുർഗ പറഞ്ഞല്ലോ ദുർഗയ്ക്ക് അത്ര സൗഹൃദങ്ങളില്ല, അത്ര കൂട്ടുകളില്ല. ദുർഗയുടെ ഞാൻ സിനിമയെക്കുറിച്ച് ദുർഗയുടെ ഇപ്പോൾ ചോദിച്ചു. സിനിമകൾ അങ്ങനെ കൂട്ടുകെട്ടുകളില്ലാതെ സിനിമകൾ അങ്ങനെ നിലനിൽക്കുന്നു. ദുർഗ വർഷത്തിലൊരു സിനിമയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു സിനിമയ്ക്ക് ഒരു ഫോക്കസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ഫോക്കസ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഒരു കൂട്ടുകെട്ട്, വലിയ കൂട്ടുകെട്ട്, അല്ല മട്ടാഞ്ചേരി ഒരു കൂട്ടുകെട്ട്, അല്ലെ ട്രിവാൻഡ്രം ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂട്ടുകെട്ട് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്കറിയാവുന്നതാണല്ലോ. അങ്ങനെ നിന്നാലാണ് കൂടുതൽ സിനിമ കിട്ടുകയുള്ളൂ എന്നുള്ള വിഷയം. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നിന്നതുകൊണ്ട് സിനിമ കിട്ടാത്ത ആൾക്കാരുണ്ട് അവരെ കൂട്ടത്തിൽ തന്നെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ട്രിവാൻഡ്രംകാരെ മാത്രം വെച്ച് സിനിമ എടുക്കണം, കൊച്ചിക്കാരെ മാത്രം വെച്ച് സിനിമ എടുക്കണം. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഓഫ്കോഴ്സ് ഒരു ഫേവററ്റിസം ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ചേട്ടൻ തന്നെ ഉദാഹരണം, നമ്മുടെ കൂടെയുള്ള അടുത്ത് നിൽക്കുന്ന ഒരാളെ പറ്റി പെട്ടെന്ന് എനിക്ക് പറയാമല്ലോ, വേറെ ആൾക്കാരെ പറ്റി പറഞ്ഞു. ചേട്ടൻ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാനാണ് പുള്ളിക്ക് ഇഷ്ടം. പുള്ളിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, പുള്ളിക്ക് പരിചയമുള്ള ആൾക്കാരുമായിട്ട് സിനിമ ചെയ്യാൻ പുള്ളി ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ഒരു സാധനം വെച്ചാൽ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ അപ്പം അത് അവർക്ക് അത് ഡയറക്ടേഴ്സ് അൾട്ടിമേറ്റ്ലി ഇത് ക്രിയേറ്റേഴ്സിൻ്റെ തീരുമാനമാണല്ലോ. ഒരു ഡയറക്ടറാണല്ലോ തീരുമാനിക്കുന്നത് ആ സിനിമയിൽ ആരഭിനയിക്കണം എന്നുള്ളത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല സ്റ്റാർസ് ഇന്ന് റെഫർ ചെയ്യുമായിരിക്കും ചിലപ്പോൾ പ്രധാന നടന്മാർ ചിലപ്പോൾ ഈ കുട്ടീനെ നായികയാക്കാം അല്ല അങ്ങനെയൊക്കെ ചിലർ പറയുമല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഭയങ്കരമായി കൈകടത്തി അഭിപ്രായം പറഞ്ഞ് ഈ കുട്ടീനെ വെച്ചാലേ പറ്റൂ എന്നൊന്നും പറയുന്ന നായകന്മാരെന്നൊന്നുമില്ല. ഡയറക്ടറാണല്ലോ അൾട്ടിമേറ്റ്ലി തീരുമാനിക്കുന്നത് ഇന്ന ആൾക്കാർ എൻ്റെ സിനിമയിൽ ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും ഇപ്പോൾ ദുർഗ ഉടൽ എന്ന് പറഞ്ഞ സിനിമയിൽ വരുന്ന രതീഷ് ഏട്ടൻ എന്നോട് പറയുമ്പോൾ ദുർഗ ചെയ്താൽ നന്നായിരിക്കുന്ന, അത് ഞാനും ദുർഗ എന്നോട് ഓൾറെഡി വർക്ക് ചെയ്താണ്, ലവ് ആക്ഷനിൽ വർക്ക് ചെയ്താണ്. ദുർഗ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഇരിക്കുകയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ദുർഗ ചെയ്താൽ രസമായിരിക്കും. കാരണം ദുർഗ നമുക്കറിയാം ആ ദുർഗക്ക് ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറെ ആർട്ടിസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലല്ലോ എനിക്ക് തോന്നുന്നു. നേരെ ദുർഗയിലോട്ട് വന്നിട്ട് സിനിമയാണ് രതീഷ് ഏട്ടൻ പറഞ്ഞപ്പോൾ. രതീഷ് ഏട്ടന് ദുർഗനെ പരിചയമില്ല, ഞങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രൂവ് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളത്തിൽ നടിമാർ കമ്പാരിറ്റീവ്ലി നടന്മാരെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ പ്രധാന നടിമാരെന്ന് പറയുമ്പോൾ, വളരെ കുറവാണ്.
അതിൽ ഓൾറെഡി ദുർഗ പ്രൂവ് ചെയ്തിട്ടുള്ള നടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉടലൊക്കെ വന്നപ്പോൾ എനിക്കൊന്ന് ഒറ്റ ഓപ്ഷൻ വെച്ചിട്ടുള്ളത് ദുർഗയിലോട്ട് തന്നെ പോയി. ദുർഗ അത് ഗംഭീരമായിട്ട് ചെയ്തു. ക്രിട്ടിക്സ് അവാർഡ് അടക്കം ദുർഗ കിട്ടിയില്ലേ? കിട്ടി. അപ്പൊ അത്തരം ഒരു കൂട്ടുകെട്ടിൽ മാത്രം നിന്നുകൊണ്ട് അങ്ങനെ മാത്രം ഇല്ല, അങ്ങനെ ഒരു കൂട്ടുകെട്ടുകളുണ്ട് ഇവിടെ. ഉണ്ട്. ഞാൻ പറഞ്ഞ അൾട്ടിമേറ്റ്ലി തീരുമാനിക്കുന്ന ക്രിയേറ്റേഴ്സ് ആണ്. അല്ലാതെ ആ ക്രിയേറ്റേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ നോക്കുമ്പോൾ പ്രിയൻ അങ്കിൾ ആയിക്കോട്ടെ, പ്രിയദർശൻ ആയിക്കോട്ടെ, സത്യനന്ദിക്കാട് ആയിക്കോട്ടെ, സത്യനന്ദികളെ സിനിമയിലൊക്കെ ഇന്നസെന്റ് അങ്കിള്, ഒടുവിൽ പപ്പു ചേട്ടൻ, ഇവരൊക്കെ എന്താ അമുക്കോയ, ഇവരുടെയൊക്കെ ഇഷ്ടപ്പെട്ട നടന്മാരാണ്. പിന്നെ അങ്ങനെ ഒരു ക്യാരക്ടർ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഭംഗിയായി ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു കൂട്ടുകെട്ട്, ഒരു ഗ്രൂപ്പിസ് ഒന്നും അതിനെ വിളിക്കാൻ പറ്റില്ല. അവരൊക്കെ എക്സൽ ചെയ്തിട്ടുള്ള ആക്ടേഴ്സും കൂടെയാണ്. അവരുടെ മെറിറ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും മെറിറ്റുള്ള ആക്ടേഴ്സാണ് ഇവരുമായിട്ട് വർക്ക് ചെയ്ത് ഒരു കംഫർട്ട് സോൺ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരു സൗഹൃദം ഉണ്ടായിട്ടുണ്ടാവും. അത് ഹെൽപ്പ് ചെയ്യും ഡെഫിനറ്റ്ലി. ഉറപ്പാണ്. നിങ്ങൾ രണ്ടുപേരും, എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇറങ്ങുന്ന ഒരുപാട് സിനിമയിലൊക്കെ നിങ്ങളുണ്ടാവും. നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നിയിട്ട് രണ്ടുപേരും നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നും നമ്മൾ ഇത്രമാത്രം സിനിമകൾ ചെയ്യണം, സിനിമകൾ പരാജയപ്പെടാം, വെറുതെ ഡേറ്റുകൾ കൊടുക്കും. വെറുതെ വെച്ചാൽ പൈസയ്ക്ക് തന്നെയാണ് ഡേറ്റുകൾ കൊടുക്കുന്നു. നമ്മളെല്ലാ സിനിമയും സുഹൃത്ത് വലയത്തിൽ പോലും സിനിമ ചെയ്യാൻ തയ്യാറാവുന്ന 2 വ്യക്തികളാണ് എൻ്റെ അറിവിൽ. 2 വ്യക്തികൾ. അത് നിങ്ങൾക്ക് ദൂഷ്യമായി വരുന്നുണ്ടോ? പല സിനിമകളും സിനിമകൾ അങ്ങനെ ഒരുപാട് ചെയ്യാൻ ദൂഷ്യമായി വരുന്നുണ്ടോ എന്ന് തോന്നാറില്ല. പക്ഷെ ഇന്റർവ്യൂസ് എത്രയധികം കൊടുക്കുന്നത് ദൂഷ്യമായി വരുന്നുണ്ട് തോന്നാറുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അങ്ങനെ ഇരിക്കും. അതെ, അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന പടങ്ങളൊക്കെ പ്രൊമോഷന് വേണ്ടി വന്നിരിക്കണ്ടേ. അത് അങ്ങനെയാണല്ലോ നമ്മൾ തമ്മിൽ ഏറ്റവും കൂടുതൽ കണ്ടതും പരിചയമാവുന്നതൊക്കെ അല്ലേ. അപ്പോൾ ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാം നമ്മൾ ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്റർവ്യൂസ് ഒരുപാട് ചെയ്യുന്നതുകൊണ്ട് ആളുകൾ പറയുന്ന എന്തിനെത്ര ചില ആളുകൾ ചോദിക്കും നമ്മളോട് എന്തിനെത്ര ഇന്റർവ്യൂസ് കൊടുക്കണമെന്ന്. അതായത് ഒരു പടം ചെയ്യുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് 2-3 ദിവസം ഇന്റർവ്യൂസ് കൊടുത്തേ പറ്റൂ. അത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്കാണെങ്കിലും വേറെ ആർക്കാണെങ്കിലും, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസമായിട്ട് ഇന്റർവ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുക. പടം ഒരുപാട് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നം തോന്നാറില്ല. പക്ഷെ ഇന്റർവ്യൂസ് അടുപ്പിച്ച് ഇങ്ങനെ ഒരുപാട് കൊടുക്കുന്നതുകൊണ്ട് ആളുകൾ ഇപ്പോൾ കാണുമ്പോൾ പറയുന്നത് ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ, പടം കാണണം അല്ല ഇന്റർവ്യൂസ് കാണാറുണ്ടല്ലോ, അല്ല പടം കാണാൻ വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂസ് കൊടുക്കുന്നത്. സിനിമ കാണുന്നുണ്ടെന്ന് പറയുന്നില്ല അല്ലേ? ഈ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതിൽ എങ്ങനെയാണ് ഷൈന? പല സബ്ജക്റ്റുകളും തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു സബ്ജക്റ്റ് നമ്മുടെ ഒരു വിജയം അല്ലെ വിജയപരാജയം വിജയപരാജയങ്ങൾ നോക്കിയിട്ടല്ല പടങ്ങള്, അത് നോക്കുന്നേ ഇല്ല നമ്മൾ പടം ചെയ്യാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന സമയത്ത്. പുതിയതായിട്ട് എന്തെങ്കിലും പുതിയ രീതിയിൽ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ആംബിയൻസിലാണോ പറയുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടർ എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വന്ന് പറയുന്ന ആളുകളുടെ പ്രത്യേകതകൾ, നമ്മുടെ ബന്ധമുള്ള ആളുകൾ, നമുക്ക് താല്പര്യമുള്ള ആളുകൾ, അങ്ങനെയൊക്കെയാണ് പടങ്ങൾ ചൂസ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഭയങ്കര കീർത്ത് മുറിച്ച് അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി അങ്ങനെയൊന്നും അല്ല. സബ്ജക്ട് മൊത്തം വായിക്കാറുണ്ടോ? വായിക്കാറില്ല നമ്മൾ സ്ക്രിപ്റ്റ്. നമ്മൾ സ്ക്രിപ്റ്റ് പരമാവധി ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാറില്ല. അതിൻ്റെ ഒരു ഐഡിയ, ചെറിയൊരു ഐഡിയ, ഒരു പോയിന്റ് നിന്നാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഐഡിയ ആണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. ആ ഐഡിയ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ പിന്നീട് ഒരിക്കൽ കൂടി ഇരുന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അപ്ഡേഷൻസൊക്കെ അറിയും. പിന്നീട് ഏതെങ്കിലും കുറച്ച് സീക്വൻസുകളൊക്കെ നമ്മൾ വായിക്കുമെങ്കിൽ വായിക്കും, അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ഷൂട്ട് തുടങ്ങുന്നത് വരെ നമ്മളത് ഞാൻ വായിക്കാറില്ല. കാരണം നമ്മൾ ഒരുപാട് വായിച്ച് പഠിച്ച് ചെയ്യേണ്ട സാധനമല്ല, നാടകമല്ലല്ലോ ശരിക്കും ആക്ച്വലി ഇത്. കാരണം നമ്മൾ ഒരുപാട് വേറെ പടത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരിക്കും. ആ സമയത്ത് വേറൊരു സ്ക്രിപ്റ്റ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മണ്ടത്തരമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന സംഭവം നമ്മൾ പ്രസന്റിൽ ഇരുന്നുകൊണ്ട് ചെയ്യണം. അത് ആ പ്രസന്റ് മൈൻഡ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ സമയത്ത് വേറെ സ്ക്രിപ്റ്റ് വെച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ വേറെ ഷോട്ട് പോയി അഭിനയിക്കാൻ പറ്റില്ല ആക്ടേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ അതിന് സീൻ എടുക്കുന്നതിന് മുന്നേ നമുക്ക് കിട്ടുന്ന ആ സീൻ വെച്ചിട്ട് നമുക്ക് ആ സമയത്ത് വരുന്ന ആ ആംബിയൻസും അല്ലെങ്കിൽ ആ ആക്ടേഴ്സും ഒക്കെ വെച്ചിട്ടാണ് ആ സീക്വൻസുകൾ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന ചില പരിപാടികൾ വെച്ചിട്ടാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അല്ലാതെ സ്ക്രിപ്റ്റ് മുഴുവൻ പഠിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് അറിയില്ല. അത് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാറില്ല. ധ്യാനം എങ്ങനെയാണ്? ഞാൻ ഒരു ഐഡിയ നമുക്ക് ഒന്ന് സ്ട്രൈക്ക് ആവുമല്ലോ, എന്തെങ്കിലും ഒരു ഫസ്റ്റ് ഒരു 1 ലൈൻ ആയിരിക്കുമല്ലോ. കാരണം നറേഷൻ ഒന്നും വെച്ചാൽ നറേഷൻ സ്വാഭാവികമായിട്ടും 1 മണിക്കൂർ 2 മണിക്കൂർ ഡീറ്റെയിൽഡ് തന്നെ ആയിരിക്കില്ല. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിലോട് അതിൻ്റെ ഒരു ക്രക്സ് ആയിരിക്കും അവർ കഥ പറഞ്ഞിട്ട് പോവുക ഡയറക്ടർ.
അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കഥ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇയാള് ഒരു സിനിമ ചെയ്യാൻ പ്രാപ്തിയുള്ള ഞാൻ ആളാണ്. പറയും 10-15 മിനിറ്റിനുള്ളിൽ പറഞ്ഞാൽ മതി. അപ്പൊ അവര് പറയില്ല 2.5 മണിക്കൂർ ഇരുന്ന് സിനിമയെ കാണാൻ പറ്റുള്ളൂ, കഥ കേൾക്കാൻ പറ്റില്ല. കഥ നമുക്ക് മാക്സിമം 40 മിനിറ്റ് ഒക്കെ കേൾക്കാൻ പറ്റുള്ളൂ, അതിനുശേഷം നമുക്ക് പറ്റില്ല. ആ സിനിമ എന്ന രൂപം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. നമുക്ക് എത്രയും 2 മണിക്കൂർ കൊണ്ട് ഒരു സാധനം കാണിക്കാം, 3 മണിക്കൂർ കൊണ്ട് വിഷ്വലും മ്യൂസിക്കും ഒക്കെ ഇട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. കഥ ഒരാൾ 2.5 മണിക്കൂർ എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഏത് നല്ല കഥയാണെങ്കിലും ബോറടി ഉണ്ടാവുള്ളൂ അത്. അപ്പം ഞാൻ ഈ ഐഡിയ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഡിയ കേൾക്കും. ഐഡിയ പറയുമ്പോൾ 10-15 മിനിറ്റിനുള്ളിൽ പറയുമ്പോൾ തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. ഇയാൾക്കൊരു സിനിമ പുൾ ഓഫ് ചെയ്യാൻ പറ്റാവുന്ന ഒരാളാണെന്നുള്ളത് അയാളുടെ ആ നറേഷനിലുണ്ടാവും. ചിലവർ ഷോർട്സ് വെച്ചിട്ട് പറയും, ചിലർ ഭയങ്കര ടെക്നിക്കലായിട്ട് പറയും, ചിലവർക്ക് തീരെ കഥ പറയാൻ അറിയാത്ത ആൾക്കാരുണ്ട്, കഥ പറഞ്ഞ് കുളവാക്കും. പക്ഷെ എന്നാൽ പോലും ചിലവർ അവരുടെ എന്നാൽ പോലും അവരുടെ നറേഷനിൽ അവർ പറയുന്ന ഷോർട്സിലായിക്കോട്ടെ അവർ ഒരു പരിപാടി നമുക്ക് ഫീൽ ചെയ്യും, നമ്മുടെ ഒരു ഗട്ട് ഫീലിംഗ് ആണല്ലോ ഇതൊക്കെ. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളൊരു സാധനമാണ്. ബിക്കോസ് ഇതേ ജോലി ഞാൻ ചെയ്യുന്നതാണ്. ബിക്കോസ് ഞാൻ ഇതേപോലെ ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം കൃത്യമായിട്ട് ഒരാൾ അയാൾക്ക് ആ സിനിമ ഒരു കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സിനിമ തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയുണ്ട് ഫസ്റ്റ്. അപ്പം ഇപ്പം ഞാൻ കഴിഞ്ഞ ആയിക്കോട്ടെ, കുറച്ച് കഴിഞ്ഞ സിനിമകളൊക്കെ പുതുമുഖ സംവിധായകരുടെയാണ്. അപ്പം അവരൊക്കെ 1, 2, 3 പടത്തിലൊക്കെ നമ്മുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് മിക്ക പിള്ളേരും ഞാൻ ചെയ്ത്. അപ്പോൾ നമുക്ക് ഇവരൊക്കെ സെറ്റിലൊക്കെ വർക്ക് കണ്ടിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു സിനിമ ചെയ്യാൻ പറ്റും, കേപ്പബിൾ ആണെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജയപരാജയം നമ്മുടെ കയ്യിലല്ല. ഓടൂല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സിനിമ ഏത് ഘട്ടത്തിൽ വേണം, ഞാൻ പലപ്പോഴും പറഞ്ഞു, ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും സിനിമ പൊളിഞ്ഞു പോവാം. ചിലപ്പോൾ നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കും, ഷൂട്ട് ചെയ്ത് കുളവാക്കാം. ചിലപ്പോൾ ആവറേജ് സാധനമായിരിക്കും, ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് ഗംഭീരമാക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ചെയ്ത സിനിമ സെസൻ സ്വാമി പടം ചെയ്തു, കഴിഞ്ഞ വർഷം ചെയ്ത സിനിമകൾ, വലിയ സിനിമകളും ചെയ്തു, കുഞ്ഞു സിനിമകളും ചെയ്തു, ചേട്ടൻ്റെ സിനിമ ചെയ്തു, ഡിജോയുടെ സിനിമ ചെയ്തു. ഓരോ ആൾക്കാരെ വർക്കിംഗ് പറയാണ്. ചില ആൾക്കാർ ഭയങ്കര ടെക്നിക്കലായിരിക്കും, ചിലവർ റൈറ്റർ ഡയറക്ടേഴ്സ് വളരെ കുറവാണ്. ചിലർ റൈറ്ററിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഡയറക്ടേഴ്സാണ് മിക്ക സംവിധായകന്മാരും. റൈറ്ററിനെ വെച്ചാൽ എഴുതി വെച്ച് അതേപോലെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ചിലവർ അതിനെ വന്നിട്ട് അവിടെ വന്നിട്ട് ഇംപ്രവൈസ് ചെയ്യും. ചിലവർ നന്നായി പെർഫോമൻസ് എടുക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ചിലരൊന്നും പറഞ്ഞു തരില്ല, നമ്മളങ്ങ് ഫ്രീ ആയിട്ട് വിടും. അപ്പോൾ പല രീതിയിലാണ്. അപ്പം നമുക്ക് ഒരു സെറ്റിൽ ഫസ്റ്റ് ദിവസം പോകുമ്പോൾ തന്നെ നമുക്ക് കഥ കേട്ടു, ഫസ്റ്റ് ദിവസം പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാന്നുള്ളതൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പം നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻ പാളിയെന്ന് നമുക്ക് രണ്ടാമത്തെ ദിവസത്തെ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ചില സെറ്റുകൾ. അപ്പോൾ അതിൻ്റെ ഒരു ഫേറ്റ് നമുക്ക് അതിന് മുന്നേ തന്നെ മനസ്സിലാവും. ചിലർ നമ്മളെ നന്നായിട്ട് നൈസായിട്ട് വന്നിട്ട് പറയുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞ ആൾക്കാരൊക്കെ ഫസ്റ്റ് ദിവസം തന്നെ വന്നിട്ട് പ്രാക്ടിക്കൽ ഒരു സെറ്റ് എക്സ്പീരിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് പറഞ്ഞത്ര ഇല്ല എന്നുള്ളൊരു ധാരണ കിട്ടും. ഇതൊക്കെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രയൽ ആൻഡ് എററാണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരാളുടെ ആദ്യ സിനിമ മോശമായതുകൊണ്ട് അയാളുടെ രണ്ടാമത്തെ സിനിമ വീണ്ടും മോശമാണെന്നില്ല. ചിലപ്പോൾ രണ്ടാമത്തെ സിനിമ ഗംഭീര സിനിമയാണ്. രാജേഷ് പിള്ള ആദ്യത്തെ പഠനം വർക്ക് ചെയ്തതാ, അത് കഴിഞ്ഞ് പുള്ളി ചെയ്യണ പടം ട്രാഫിക്കാ. സൂപ്പർ ഹിറ്റ് അല്ല, എഴുതിട്ടൊന്ന് കൈ അടിച്ച് പടം കഴിഞ്ഞപ്പോ അത് ആദ്യ അനുഭവമായിരുന്നു എനിക്കൊരു പടം കഴിഞ്ഞത്. ശരിയാണ്. ഒരിക്കലും രാജേഷ് പിള്ള അങ്ങനത്തെ ഒരു പടം ചെയ്ത് ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ല, ഈ ദുർഗ എന്തായാലും കഥകൾ വായിക്കാറുണ്ട്. കഥകളല്ല, പുതിയ പാട്ടുകളും വേറെ ആളുകളുടെ വീഡിയോസും മ്യൂസിക് വീഡിയോസും ഒക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് അല്ലേ? അതേതാ? അലൻ പോക്കർ. ഇത് ആരാ? മലയാളത്തിലുള്ളതല്ലോ. ഏത് നാട്ടുകാരനാ? പറവൂർ. ബോബോ പോപ്പാ? ഏത് പറപ്പാപ്പ? ഞാൻ കഴിഞ്ഞിട്ട് കേൾപ്പിച്ചരാം. എന്തായാലും ദുർഗ കഥകൾ വായിക്കാറുണ്ട്, അതുകൊണ്ടാണ് യാത്രയിലെ സബ്ജക്ട് പറഞ്ഞു തരാൻ കഴിഞ്ഞത്. അതെ അതെ, കേൾക്കാറുണ്ട്. അല്ല, ഞാൻ വായിക്കും. സ്ക്രിപ്റ്റ് മുഴുവനോ? ഞാൻ വായിക്കാറുണ്ട്. നല്ലതാ, വളരെ നല്ലതാ. അത് ഒരു പ്രാവശ്യം വായിക്കാറുള്ളൂ. 40 പ്രാവശ്യം വായിച്ചാൽ ഹാനൊക്കെ 40 പ്രാവശ്യം വായിക്കത്തുള്ളൂ സ്ക്രിപ്റ്റ്. ഇല്ല, ഞാൻ ഒരു തവണ വായിക്കും. അത് ഞാൻ ആദ്യം ഒരു സ്ക്രിപ്റ്റ് ഇവർക്ക് പഠിക്കാന്നുള്ള ഭയങ്കര അയ്യോ, ഞാൻ വായിക്കുന്നത് ഡയലോഗ് എന്നിട്ട് മനസ്സിലാകുന്നില്ല. അല്ല, മനസ്സിലായി. അത്യാവശ്യം നല്ല ഇന്റലിജന്റ്. അല്ലാതെ പറഞ്ഞില്ലല്ലോ. അല്ലാതെ ഞാൻ പറഞ്ഞില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അത്രയും തവണ വായിച്ചു. അതാ അവർക്ക് ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോ അത്ര ഇതോടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് വായിക്കുന്നത്. അതിന് മുന്നേ ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോഴേ അവര് വായിച്ച് അത് ഇത് വായിക്കുന്നത് ഇരുന്ന് ഇതിന്റെ ഡയലോഗ്സ് പഠിക്കാനല്ല. പക്ഷെ ഞാൻ തെറ്റിക്കും ചിലപ്പോൾ വായിച്ച ആൾക്കാർക്ക്. കഥ കേട്ട് കഴിഞ്ഞാല് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ മൊത്തം സ്ക്രിപ്റ്റ് തരാൻ പറഞ്ഞ് ഞാൻ വായിച്ച് ഞാൻ അതിനെ പറ്റിയിട്ട് ഞാൻ എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി ഞാൻ നടത്തും.
അപ്പം അങ്ങനെ എനിക്ക് എൻ്റെതായിട്ടുള്ള വളരെ അങ്ങനെയാണ് നമ്മൾ മെത്തേഡ് ആക്ടിങ് എന്ന് പറയുന്നത്. അത് എനിക്കറിയില്ല, ഞാൻ അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സോറി, ഞാൻ അങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞാണ്, ഞാൻ അങ്ങനെ ചോദിച്ചതാ. അല്ല, ഒരു അങ്ങോട്ടുകളൊക്കെ വായിക്കുന്നു സ്ക്രിപ്റ്റ്. നമ്മൾ മടിയന്മാരാണ്. നമ്മൾ പണിയെടുക്കില്ല, തിരക്കില്ല. ഇവർക്ക് എളുപ്പം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും എന്തായിരുന്നു എന്റെ സിനിമയുടെ ക്യാരക്ടർ പേര്. പക്ഷെ എന്താ അറിയാമോ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്കൊക്കെ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരാൾ വേണ്ടേ പറഞ്ഞു തരാൻ. എല്ലായ്പ്പോഴും ഡയറക്ടറോട് ചോദിക്കാൻ പറ്റില്ല. അവരുടെ അടുത്ത് പോയിട്ട് ആപ്പിൾ ചോദിക്കില്ല, അവയല്ലേ ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണം. അങ്ങനെയുള്ള കോ ആക്ടേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഡയറക്ടറിന്റെ അടുത്ത് പോയിട്ട് ഇതെന്താണെന്ന് ചോദിക്കാൻ പറ്റും. ഞാൻ പലപ്പോഴും ഇതേപോലെ എനിക്ക് ഇത് ഗുഡൽ ചെയ്യുമ്പോഴും ഞാൻ ഇതുപോലെ സംശയം ചോദിച്ചിട്ടില്ല ഒരുപാട്. എനിക്ക് തുറക്കിയ പറഞ്ഞാണ് കഥ പറഞ്ഞാണ് എന്ന് വെച്ചിട്ട് എൻ്റെ അടുത്താണ് യതീഷേട്ടൻ ആദ്യമായിട്ട് കഥ പറയുന്നത്. പക്ഷെ കഥ കേട്ടു ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ ഞാൻ സംശയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും. അതെന്താന്ന് വെച്ചാൽ ഇദ്ദേഹം അതിന്റെ ഇടയിൽ ഒരുപാട് പടങ്ങൾ ചെയ്യും. ഞാൻ ഈ പറയുന്ന പോലെ ഒരുപാട് പടങ്ങൾ ചെയ്യാത്തത് കൊണ്ട് അപ്പൊ ഞാൻ ഒരു കാര്യം ഇപ്പം ഷൈൻചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഞാൻ കഥ കേൾക്കാൻ നിൽക്കില്ല. പറയണമെന്ന് പറയുകയാണെങ്കിലും ഞാൻ അത് കഴിയാൻ കാത്തിരിക്കും, ഒരിക്കലും കേൾക്കില്ല. സിനിമ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കഥകൾ കേൾക്കുവാണെങ്കിൽ തന്നെ കേൾക്കുള്ളൂ. പിന്നെ ഒരു കഥ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പഠിക്കും. എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട്, അതിനകത്തുള്ള മറ്റു കഥാപാത്രങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ പഠിക്കും. എൻ്റെത് മാത്രമല്ല, ബാക്കി ആർട്ടിസ്റ്റുകളുടെ ബാക്കി ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടും ഞാൻ പഠിക്കും. അവരും ഞാനും തമ്മിലുള്ള ബന്ധം, ആ ഒരു ഇമോഷൻ, എല്ലാ സാധനങ്ങളും ഞാൻ പഠിക്കും. അത് എങ്ങനെ വർക്കാവും, അല്ല അവരുമായിട്ടുള്ള കോമ്പിനേഷൻ എങ്ങനെ വർക്കാവും, അതൊക്കെ എനിക്കൊരു ഡയറി ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്ത എല്ലാ സിനിമകളെ പറ്റിയിട്ട് ഞാൻ എഴുതും. എൻ്റെ ക്യാരക്ടർ, എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട് ആ സിനിമയിൽ, ഇപ്പം അവരായിട്ടുള്ള ഒരു ഇമോഷണൽ, അതായത് നമ്മൾ എഴുതി വെക്കുന്ന കഥയിൽ ഇപ്പം ഞാനും ധ്യാനും തമ്മിലുള്ള റിലേഷൻ്റെ ഒരു ഡെപ്ത് എങ്ങനെയാണെന്നുള്ള സാധനമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിന് മുമ്പ് അത് എന്തുകൊണ്ടായിരിക്കും എനിക്ക് ധ്യാനിൻ്റെ അടുത്ത് അത്രയും ഡെപ്ത് വരാനുള്ള റീസൺസ് ഒക്കെ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ എഴുതും. ആ ഡയറി വെച്ചിട്ട് ചില ദിവസം ഡയറക്ടർ ഷൂട്ട് ചെയ്യുക. ഉടലിനെ കുറിച്ച് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഉടലിൽ ഞാൻ ഷൈനി എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു, ഷൈനിയുടെ, അതായത് ഷൈനിയുടെ കല്യാണം കഴിഞ്ഞൊരു കൊച്ചായത് മുതലാണ് ഷൈനിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്. പക്ഷെ ഷൈനിയുടെ ചെറുപ്പകാലം മുതലുള്ള എനിക്കറിയാം, കാരണം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ അത് ബാക്കിയുള്ള ക്യാരക്ടേഴ്സും ഷൈനിയുടെ ആ ഒരു ഇപ്പൊ ആ കഥാപാത്രത്തിന്റെ ബാക്കി ഇമോഷൻസും അവള് സ്വഭാവത്തിലുള്ള കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ചുമ്മാ അതിന് പാസ്റ്റ് ഞാൻ എഴുതും. രാജീവേട്ടൻ എൻ്റെ അടുത്ത് അന്വേഷണത്തിന്റെ കഥ പറയുന്ന സമയത്ത് അത് വളരെ ഹെൽപ്പ് ചെയ്യും. ഭയങ്കര ഹെൽപ്പ് ചെയ്യും. രാജീവേട്ടൻ എൻ്റെ അടുത്ത് ആദ്യം അന്വേഷണ ക്യാരക്ടർ ചെയ്യാൻ വന്നപ്പോ സിനിമയിൽ സംഭവിക്കുന്ന സീക്വൻസുകളെ കുറിച്ചല്ലേ പറഞ്ഞു. അബു എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയാണ് ഈ കഥയിലേക്ക് എത്തുന്നത്, അതുവരെയുള്ള കഥയെ പറഞ്ഞു. ഇതിന്റെ ഒരു ഗുണം എന്താന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ഇപ്പം നമ്മളുടെ ഒരു മുത്തശ്ശി മരിച്ചിരിക്കുകയാണ്. അപ്പം മരിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പം ഈ സിനിമയിൽ ഈ കൊച്ചും ഈ മുത്തശ്ശിയും തമ്മിലുള്ള ക്യാരക്ടർ ചിലപ്പം വളരെ ഞാൻ വളർന്നു കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പം മരിച്ചു കഴിയുന്ന സമയത്ത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കരയുന്നത്, ഒരാൾ മരിച്ചു, നമ്മുടെ വളരെ അടുപ്പുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കരയുമ്പം നമ്മൾ വളരെ പാസ്റ്റ് ആയിട്ടുള്ള കാര്യം, ഈ മുത്തശ്ശിയായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ നമ്മൾ ആലോചിച്ചിട്ട് കരയും. പ്രസന്റ് ആയിട്ട് ഈ മുത്തശ്ശി ഇപ്പം ഇല്ലാലോ എന്ന് ഓർത്തിട്ട് കരയും. അതായത് മുത്തശ്ശി മരിച്ചു കഴിഞ്ഞു, ഇനി മുത്തശ്ശി ഇല്ല, ഇനി ഞാൻ എന്ത് ചെയ്യും മൂന്ന് തരത്തിൽ നമുക്ക് ഒരാൾ മരിക്കുമ്പോൾ വിഷമങ്ങൾ വരാം. അപ്പം ഇത് വരണമെങ്കിൽ എനിക്ക് ആ പാസ്റ്റുള്ള സാധനം, മുത്തശ്ശിയായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ഞാൻ ചുമ്മാ എഴുതും. എന്തുകൊണ്ട്? അപ്പം അതെനിക്ക് ഹെൽപ്പ് ചെയ്യുന്നേ. മുത്തച്ഛൻ നീ നേരത്തെ കൊല്ലേനെ. ആക്ച്വലി ആ ഡയറി അടിച്ചു പറ്റിയ ഒരുപാട് കഥകളുണ്ട് സിനിമയ്ക്കുള്ളത്. അങ്ങനെയില്ല, അതൊക്കെ എടുത്ത് പിന്നീട് വായിക്കുമ്പോ അല്ല ഇത്രയും ഡീപ്പായിട്ടൊന്നും നമ്മളൊന്നും ഒരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ചെയ്തിട്ടില്ല. ഉണ്ടോ? ഇല്ല, എനിക്ക് രാജുവേട്ടൻ പറഞ്ഞ അനുഭവമാണുള്ളത്. രാജുവേട്ടൻ പറയും. പക്ഷെ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ആ ക്യാരക്ടറിലായിരുന്നു. അതാണ് പറഞ്ഞത്, അത് ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഹെൽപ്പാ. പെട്ടെന്ന് എനിക്ക് എൻ്റെ ഡയറി ഞാൻ ഷൂട്ടിങ്ങിൽ സമയത്തും ഞാൻ വെക്കാറുണ്ട് കയ്യിൽ. അപ്പോൾ എനിക്കിപ്പം എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ എല്ലാ ക്യാരക്ടേഴ്സുമായിട്ടുള്ള കണക്ഷൻസും ഞാൻ എഴുതി വെക്കും അതിനകത്ത്. ഇപ്പം ഞാൻ അതുകൊണ്ടാണ് മറ്റു ക്യാരക്ടേഴ്സിനും ഞാൻ പഠിക്കുന്നത്, അവരായിട്ടുള്ള എൻ്റെ ഇമോഷൻസും ബന്ധവും ഒക്കെ ഞാൻ പഠിച്ചു വെക്കും. എന്നിട്ട് ഞാൻ അതിനൊക്കെ ഒരു പാസ്റ്റ് ഉണ്ടാക്കി വെക്കും. ഇപ്പം ഞാനൊരു നെഗറ്റീവ് റോളാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഞാൻ എൻ്റെ ഉള്ളിൽ അതിനകത്ത് ഒരു പോസ്റ്റ്, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളൊരു സൈഡ് ഞാൻ മുമ്പത്തെ കാലം ഇത് കുറേ ഇന്നത്തരം സാധനങ്ങളിലൂടെ ഞാൻ കടന്നു പോയത് കൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു വെക്കും. അപ്പം എനിക്ക് പെട്ടെന്നൊരു സീൻ വരുമ്പം ഞാൻ ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. ഇപ്പം ഞാനും ധ്യാൻ ചേട്ടനോ അല്ലെങ്കിൽ ഞാനും ഷൈൻ ചേട്ടനോ ആയിട്ടുള്ളൊരു സീനാണ് ചെയ്യുന്നതെങ്കിൽ, എന്തെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനാണെങ്കിൽ ഞാനൊന്ന് മറിച്ചു നോക്കും. ആ ഭാഗങ്ങൾ ഞാൻ മറിച്ചു നോക്കും. ഞാൻ ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിട്ട് അവരായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ എഴുതി വെക്കും. കഴിഞ്ഞാൽ മറിച്ച് നോക്കാറില്ല.
പ്രീവിയസ് പേജ് നോക്കിയിട്ടില്ല. ഈ സിനിമയ്ക്ക് നീ അങ്ങനെ ചെയ്തു? ഇക്കായിട്ട് ഞാൻ കുടുക്കിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഭയങ്കര ഈ സിനിമയിൽ ഞാൻ എഴുതും. ഭയങ്കര മോശമായിരിക്കും, കാരണം ഭയങ്കര മോശം ക്യാരക്ടറാണല്ലോ അതില്. അല്ല അതെങ്ങനെയായി എന്നുള്ള എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് അതിൽ നിങ്ങളെ രാവണന്റെ ക്യാരക്ടറാണ് രാവണനെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. അല്ല അല്ല ഇത് ഒരു പുതിയ അറിവാണ് കേട്ടോ, തീർച്ചയായിട്ടും ഒരു പുതിയ അറിവാണ്. ഞാൻ ഇവർ അത്രയും പ്രൊഫഷണൽ. ഇത് എവിടെ നിന്നാണ് ഈ ഐഡിയാസ് കിട്ടിയത് ശരിക്കും? ഏത് ഇതെന്താ ഒരു മെത്തേഡാണോ ആക്ച്വലി? ഇത് കൈൻഡ് ഓഫ് പല പൃഥ്വിന്റെ കൂടിയല്ലോ ആദ്യത്തെ പടം ചെയ്തത്. അയ്യോ അതൊന്നും ഗ്രാജുവേറ്റിനായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സെറ്റിലൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ ഐഡിയ കിട്ടുന്നല്ല. ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് കഥ പറയുന്ന സമയത്ത് ഞാൻ നോട്ട് ചെയ്ത് വെക്കും ക്യാരക്ടേഴ്സ് ഒക്കെ, അപ്പൊ എഴുതി വെക്കാറുണ്ട്. പണ്ട് നിവിൻ ഉണ്ടായിരുന്നു. ഇവൻ ഇതേപോലെ ഒരു ഡയറിയിൽ കഥ പറയുന്ന സമയത്ത് തന്നെ പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. എനിക്കറിയാമോ? പിന്നെ എനിക്ക് കുറച്ചു കാലം വരെ ഉണ്ടായിരുന്നു. മേ ബി പുള്ളിക്കാരൻ ഇതൊക്കെ ചെയ്യാം. തട്ടത്തിന്റെ സമയത്തൊക്കെ ഈ ഒരു ബുക്കും കൊണ്ടാ വരിക. കാര്യമായിട്ട് എഴുതി വെക്കുമായിരുന്നു ഇതുപോലെ തന്നെ. പക്ഷെ ഇത് തുടർന്ന് ഇങ്ങനെ പോവാണ്. നല്ലതാ. നല്ലതാണ്, അത് നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇവർ അത്രയും പ്രൊഫഷണൽ ആണ്. അല്ലാത്തോണ്ടാണ് ഇതാണ് പ്രൊഫഷണൽ. നമ്മള് മടിയന്മാരായോണ്ട് എഴുതാൻ പോലും സമയമില്ലാത്തോണ്ടാണ്. വായിക്കാൻ പോലും സമയമില്ല, അപ്പോഴല്ലേ എഴുതുക. അല്ല ഞാൻ ഈ മൂവിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇക്കായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യണം. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലുള്ള ചില സാധനങ്ങൾ ഞാൻ ചോദിക്കും. മേ ബി അതുകൊണ്ട് ഇങ്ങനെ ആവില്ലേ എന്നൊക്കെ ചോദിക്കും. ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ. അപ്പോൾ അവരത് അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും. എനിക്കത് മാറ്റുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു പുസ്തകം ഇറക്കാവുന്നതാണ് കേട്ടോ, കഥകൾ എല്ലാം കൂടെ വെച്ച്. നമ്മുടെ അവരുടെ എക്സസൈസ് ഇറക്കാവുന്നതാണ്. ഡയറി ഒരിക്കലും അത് കൃത്യമായിട്ട് ഇറക്കാവുന്നതാണ്. ഞാൻ നോക്കിയിട്ട് പുള്ളി അടിച്ചു പോകാൻ അല്ല ഇതൊരു പുതിയ അറിവാണ്. ഇപ്പൊ ഞാനും പറഞ്ഞ പോലെ അങ്ങനത്തെ എക്സസൈസും പരിപാടി ഇപ്പം പല ആക്ടേഴ്സും ഇവിടെ എനിക്കൊന്ന് ടോവിയൊക്കെ എനിക്കൊന്ന് ആദിശക്തി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ തിയേറ്റർ മറ്റേ പോണ്ടിച്ചേരിയിൽ ഇപ്പൊ കുറെ പേര് ഓറവല്ല് പലരും വലിയ ആമിർ ഖാനൊക്കെ വന്നിട്ട് അവിടെ ഏതോ സിനിമയ്ക്ക് മുന്നേ അവിടെ എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിലൊക്കെ അങ്ങനത്തെ പരിപാടികളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു പ്രൊഫഷണൽസ് അടക്കം അത്തരം ആമിർ ഖാനെ പോലത്തെ ആൾക്കാരടക്കം വന്നിട്ട് അത്തരം എക്സസൈസസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കത് ഹെൽപ്ഫുൾ ആണ്. ഭയങ്കര നമുക്ക് ഈസി ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു നമ്മളുടെ പേജ് നമുക്കറിയാലോ എഴുതി വെച്ചത്. ചിലപ്പോൾ നിങ്ങൾക്ക് വായിച്ചത് മനസ്സിലാവില്ല ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കഥ പോലെയല്ല. ഞാൻ മനസ്സിലുള്ള കാര്യം എഴുതി വെച്ചാൽ നമുക്ക് പൂർണ്ണ രൂപം നമുക്ക് കിട്ടില്ല. അപ്പൊ ഞാൻ ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അത് കിട്ടും. ഞാൻ മിക്കയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ക്യാരക്ടർ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി എഴുതും എന്നുള്ളത്. അത് നല്ലൊരു ശീലമാണ്, തുടർന്നു പോകണം എന്നുള്ള കാര്യമാണ്. ഇതിൽ നല്ല പാട്ടുകളുണ്ട് അല്ലേ, നല്ല പാട്ടുകളുണ്ട്, നല്ല ലൊക്കേഷൻ. ദുബായിലാണ് ലൊക്കേഷൻ മൊത്തം. ദുബായിൽ ആരെയാണ് എപ്പോഴാണ് കാണാതെ പോയത് ഷൂട്ടിംഗ് സമയത്ത്? കാണാതെ പോയത് ആരെങ്കിലും? അത് കാണാതെ പോയവർക്ക് അറിയില്ലല്ലോ. എന്റെയാണോ? 3 പേർക്ക് സംശയം ഉണ്ടെങ്കിൽ കാണാതെ പോയിട്ട് ചിലപ്പോ ഞാനായിരിക്കും കാണാതെ പറയട്ടെ. കാണാതെ പോയാലും കറക്റ്റായിട്ട് നേരത്തെ പറഞ്ഞ ആ കാര്യത്തിൽ വളരെ പ്രൊഫഷണലാണ്. കാണാതെ പോവും, പക്ഷെ എവിടുന്നാന്ന് അറിയില്ല. ഇങ്ങനെ ശക്തിമാനൊക്കെ വരില്ലേ, അതുപോലെ ലാൻഡ് ചെയ്യും. കൃത്യമാണ്. കട്ട് പറഞ്ഞാൽ കാണില്ല, കുറച്ച് കാണില്ല, പിന്നെ കാണില്ല. അവിടെ ആക്ഷൻ വരുമ്പോ പ്രത്യക്ഷപ്പെടും, അദൃശ്യനാവും പെട്ടെന്ന്. ആ കാര്യത്തിൽ മാത്രമാണ് ഷൈനോട്. മരുഭൂമിയിൽ നമ്മൾ ചില സാധനങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. മരുഭൂമിയിൽ എന്താണ് പറയാ, അതിന് മരീചിക്ക. മരുഭൂമിയിൽ ഉണ്ടാവുന്ന ഒരു തരം വിഷ്വൽസ് അല്ല, മരീചിക്കല്ലേ അത്? ആ ചൂടിന്റെ അതൊക്കെ ചിലപ്പോ കാണാം, ചിലപ്പോ കാണില്ല. അതുപോലെ ആയിരിക്കും മരുഭൂമിയുടെ പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം. ഉദാഹരണത്തിന്റെ കാര്യത്തില് ഷൈൻ പഠിച്ച മറുപടി പറയുള്ളൂ. ഷൈൻ്റെ അടുത്ത് ഞാൻ തോൽക്കുന്നുണ്ട് എന്നും ഷൈൻ്റെ അടുത്ത് ഞാനെന്താ കൈയടിക്കണം? അല്ല അത് കറക്റ്റ്, ഞാനെന്താ കൈയടിച്ചത്? അത് കറക്റ്റായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് മമ്മൂക്ക് എന്താ പറയാ, തിരിച്ച് കണ്ണാടിയിലേക്ക് പരാജയങ്ങളുടെ ഒരു ഘോഷയാത്ര. അപ്പോഴും നമ്മൾ വിജയത്തിലേക്കാണ് പോകുന്നത്. എങ്ങോട്ട് എപ്പോ
ഞാൻ വിട്ട് കട്ട്. അല്ല പരാജയത്തിന്റെ പറയാ എന്തെങ്കിലും പറഞ്ഞു റോസ്റ്റ് ചെയ്യുന്ന ഇതെന്താണ് ഈ കാശ് വിളിക്കല് കിട്ടണേ? വ്യൂസ് വിളിക്കലേ? ബുദ്ധി വേണം അതിന്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ബുദ്ധി പ്രവർത്തിച്ചാലേ പൈസ കിട്ടുള്ളൂ. നിങ്ങള് എന്റെ പരാജയവും എവിടെ വിജയിച്ചോർന്ന് എവിടെ കറക്റ്റ് കൗണ്ടർ വെച്ചാൽ ആ സമയത്ത് ഞാൻ ഷൈനൊക്കെ എന്റെ കൂട്ടുകാരനെന്ന് പറയണേ. ദുർഗ മാത്രം ആ കാര്യത്തിൽ നമ്മളോട് നിന്നു. അതാണ് ഈ കൗണ്ടർ അടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചത്. പുള്ളി ശരിക്കും നമ്മള് പറയില്ലേ മഹാഭാരതത്തിലെ ശകുനി. പേരും കിട്ടി ട്രോളന്മാർക്ക് പേരും കിട്ടിയില്ല, സന്തോഷമായില്ലേ? അപ്പൊ ഈ പേര് വെച്ചങ്ങ് തുടങ്ങാം. അല്ലല്ലോ ഞാൻ പറയാം, ശകുനി ഇസ് വെരി ഇന്റലിജന്റ്. ശകുനി ഇടാൻ പറ്റില്ല എന്താ? അവിടെയും താങ്ങ അവിടെ സാബിത്ത്. അപ്പൊ എല്ലാവർക്കും അല്ല എല്ലാവരും ഞാനൊരു സംസാര വിഷയമാണെന്നുണ്ടല്ലോ. തീർച്ചയായും അത് മതി എനിക്ക്. ഏത് രീതിക്കെന്നുള്ളതല്ല, ഞാൻ ഏത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലല്ല അതല്ലോ, അതാണ് ഒരാൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കണല്ലോ. അവിടെ നിന്ന് എൻ്റെ ഒരു വിജയം ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ നമ്മളിത് അങ്ങനെ സംസാരിച്ചേൽപ്പിക്കുക, എന്താന്നുള്ളത് അവർ പറയുന്നു, നമ്മൾ കേൾക്കുന്നു, നമ്മൾ ഇപ്പൊ സംസാരിച്ചേൽപ്പിക്കുക. ആർക്കും അറിയാത്ത കുറെ വിഷയങ്ങൾ ഇതിലൂടെ വന്നില്ല. ഇപ്പൊ ഡയറി എഴുത്ത്, അതൊക്കെ ഇങ്ങനെ സംസാരിപ്പിച്ചെടുക്കണം. തീർച്ചയായിട്ടും അച്ഛനുമായിട്ടുള്ള ഇന്റർവ്യൂകളൊക്കെ അല്ലേ, ഭയങ്കര നല്ല രസമുള്ള ഭയങ്കര അടിപൊളി ഇന്റർവ്യൂ. തീർച്ചയായിട്ടും അത് നല്ല രീതിക്ക് തന്നെ പോയി. ഒരു രണ്ട് കാര്യം കൂടെ ചോദിച്ചൊന്ന് അവസാനിക്കാം. പുതിയ സിനിമ ഷൂട്ട് ചെയ്യുന്നു, ഡബ് ചെയ്യാൻ പോയി, ഫോട്ടോഷോപ്പ് ചെയ്യില്ല, വൈറലായി. അതിന്റെ 2 million വ്യൂസ് എവിടെ അടിച്ചെന്ന് നമുക്ക് അടിച്ചിട്ടുണ്ട്. ഞാൻ ഓട്ടോ പോയില്ലായിരുന്ന കിട്ടുമായിരുന്നോ? കിട്ടില്ലായിരുന്നു. അത് നമ്മൾ പല പേജിലും അടിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ഡബിങ് ഒക്കെ കഴിഞ്ഞു. എന്തു പറയുന്നു മൊത്തത്തിൽ? എന്ത് പറയുന്നത് നാട്ടുകാർ പറയണം. ഇറങ്ങി കഴിഞ്ഞിട്ട് ഏപ്രിൽ വിഷു റിലീസാണ്. എല്ലാവരും ഡബിങ് കഴിഞ്ഞോ? ഇല്ല ഇനി ഇപ്പൊ കൊച്ചിയിലെ അജു ബേസിലിന്റെ ഡബിങ് ഉണ്ട്, നീരജിന്റെ ഒക്കെ. അവിടെ നിബിനൊക്കെ അവിടെയാണോ ചെയ്തത്? അപ്പൊ അവിടെ ചെയ്തത്. അപ്പുവിന് പിന്നെ കിട്ടിയോ? ഡബിങ് കഴിഞ്ഞിട്ട് പിന്നെ പോയി കാണും? അല്ല, അപ്പൊ ഇന്ന് യാത്ര പോയി. ഇന്ന് യാത്ര തുടങ്ങി അല്ലേ? അപ്പൊ വേറൊരു ക്യാരക്ടറാണല്ലേ? എല്ലാവർക്കും അറിയാവുന്ന പുള്ളിയുടെ ലൈഫും പരിപാടി. നിങ്ങൾ രണ്ടുപേരും അവിടെ ഏറ്റവും കൂട്ടുകെട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ. അതെന്താണ് അത്ര നിങ്ങൾ വലിയ കൂട്ടുകെട്ട് വരാൻ? ഞാനും അപ്പുവാണ് അവിടെ എപ്പോഴും കൂട്ടുകെട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ചില അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായി. ഞാൻ അപ്പുവിന് ചെറുപ്പത്തിലൊന്നും ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. പല ലാൽ സാറിന്റെ ആലങ്ങളിലൊക്കെ ബർത്ത്ഡേ പാർട്ടികളും അങ്ങനെ അവിടുത്തെ കിറ്റി പാർട്ടികൾക്കിടയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല. ഈ സെറ്റിലാണ് നമ്മൾ അധികം അടുത്തറിയുന്നതൊക്കെ. നമ്മളെന്താ പറയുക, ഭയങ്കര നല്ല ഹ്യൂമൻ ബീങ്ങാണ്, നല്ല മനുഷ്യനാണ്. അങ്ങനെ ഒരു അടുപ്പം നമുക്ക് തോന്നും. എല്ലാവരോടും പെരുമാറുന്ന രീതി, അല്ലെങ്കിൽ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരാൾ ഭയങ്കര ജെന്റിൽമാൻ. സൈലന്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. കൂട്ടത്തിൽ ഭീകരനാണ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള ചില ആൾക്കാർ, ഭയങ്കര വാംത്ത് തോന്നുമല്ലോ നമുക്ക് ചില ആൾക്കാരോട്. അങ്ങനെ സ്നേഹം തോന്നുന്ന ഒരു പേഴ്സണാലിറ്റി. അങ്ങനെയാണ് അപ്പോൾ അല്ലേ? എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. അയ്യർ ഇൻ അറേബ്യ. നമ്മൾ നേരത്തെ വിട്ട പേര് തന്നെ ദുബായ് എന്നായിരുന്നു. അത് അറേബ്യ ആക്കി. എം.എ. നിഷാദ് എവിടെയെങ്കിലും എന്തെങ്കിലും ട്രിക്കുകൾ കൊണ്ട് ഇട്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹം ചെയ്ത സിനിമകളെല്ലാം അങ്ങനത്തെ എന്തെങ്കിലും ട്രിക്കുകൾ കൊണ്ട് ഇടും. അത് ഷൈനയും ധ്യാനയും ഒരുമിച്ച് എടുപ്പിക്കാനും കൂടെ എം.എ. നിഷാദ് ആ റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റുമോ എനിക്ക്? എന്റെ വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ വിശ്വാസം രക്ഷിക്കട്ടെ. നിൽക്കുകയാണ്. അവരും ഒരുമിച്ച് കുറെ നാളുകൾക്ക് ശേഷം വരുന്ന സിനിമയാണ്. എനിക്ക് തോന്നുന്നു അവര് ഒരുമിച്ച് വന്നത് ഉമർ ലുലിന്റെ ഒരു പടത്തിൽ വന്നതിന് ശേഷം പിന്നെ ഒരുമിച്ച് വന്നില്ലായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഒന്നിക്കുന്നത്. 46 താരങ്ങളെ വെച്ചിട്ടാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. 41 അപ്പം 44 താരങ്ങൾ. ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്. നമ്മളെക്കാളും കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന സത്യം പറഞ്ഞ ഒരു ചേച്ചി മുകേഷ് ഉണ്ടൊക്കെ അവരിന്ന് അവൈലബിൾ അല്ലാത്തത് കൊണ്ടും. ഈ ധ്യാൻ ഓഡിയോ ലോഞ്ചിന് പോയില്ലായിരുന്നു? ദുർഗ ഉണ്ടായിരുന്നല്ലോ അവിടെ. ഉർവശി ചേച്ചി ഷൈന സ്റ്റേജിൽ വിളിച്ച് സംസാരിക്കുന്ന ഒരു അമ്മ എന്ന വാത്സല്യത്തോടെ സംസാരിക്കുന്നത് ഭയങ്കര രീതിക്ക് സംസാരമായിട്ടുണ്ട്. അത് ധ്യാൻ കണ്ടായിരുന്നോ?
അല്ലാതെ സെറ്റിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഭക്ഷണം കഴിപ്പിക്കലും, കാരണം ഭക്ഷണമൊന്നും കഴിക്കില്ലായിരുന്നു ആ സമയത്ത് ലൊക്കേഷനിൽ. മരുഭൂമിക്കുള്ളിൽ നിന്ന് പെട്ടെന്ന് പൊട്ടി മുളച്ച് ഭക്ഷണം അതെ, ആട് ജീവിതമായിരുന്നു. ഫുഡ് കൊടുക്കാനാണെങ്കിലും ജാൻ ചേട്ടനെ ശാസിക്കാനാണെങ്കിലും ഞാൻ ചേട്ടനല്ല ഷൈൻ ചേട്ടനെ ശാസിക്കാനാണെങ്കിലും ചേച്ചിക്ക് ചേച്ചിയുടെ ഒരു പെറ്റായിരുന്നു. സെറ്റിലും അങ്ങനെ തന്നെ. നിങ്ങൾ സ്റ്റേജ് കണ്ടു തന്നെയായിരുന്നു ഞങ്ങൾ അവിടെ സെറ്റിൽ. ദത്തുപുത്രൻ എന്ന് പറയുമ്പോൾ ചേട്ടൻ ദത്തെടുത്തു കൂടെ അലൻസിയറിനെ എടുത്തു. രണ്ടുപേരെയും എടുത്തോളൂ അല്ലേ. പക്ഷെ സെറ്റുകൾ രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, രസകരമായ ദിവസങ്ങളായിരുന്നു. ദുബായിലെ ഷൂട്ട്, ട്രിവാൻഡ്രത്തുള്ള ഷൂട്ട് എല്ലാം നല്ല ഷൂട്ടായിരുന്നു. ഇനി സിനിമാ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നമ്മൾ തരികയാണ്. നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ സിനിമ നല്ലതാണ്. ഇനി പ്രേക്ഷകർ വിധി എഴുതട്ടെ. എം.എ. നിഷാദിൻ്റെ ഈ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. താങ്ക് യു. താങ്ക് യു.